എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. വിഷുവിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. വിഷുവിൻ്റെ പുലർച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വിഷുവിന് പുലർച്ചെ കണിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുടുവും കിലൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും കുളിക്കലും പല്ലേക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അത് വെള്ളം എടുത്തതിൻ്റെ മുഖത്തേക്ക് കയറിയാണ്. ചിലപ്പോൾ ഇങ്ങനെ കേട്ടോ, ചില കുറുമ്പൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നോക്കി കണ്ണൊക്കെ ഉരുട്ടി കഴിഞ്ഞാൽ ആളങ്ങ് പോയിക്കോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അതാ കുടുങ്കിലും പിന്നാലെ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോകാനുണ്ട്. അപ്പോൾ അവർ പോകുന്ന ഐസ്ക്രീം വാങ്ങാനാണ്. അങ്ങനെ അച്ഛൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ കണി വെക്കാൻ നീച്ചിട്ട് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ അടുക്കള പണി മുഴുവൻ തീർത്ത് സദ്യ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇച്ചിരി നേരം പോയി കിടന്ന് പിന്നെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി കഴുകൽ അങ്ങനത്തെ പരിപാടികളാണ് ബാക്കിയുള്ളത്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള 3 പരിപാടി എന്താണെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കലും ചിക്കൻ ഉണ്ടാക്കൽ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും മീൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതൊന്ന് ഫ്രൈ ചെയ്യലുമാണ് ഉള്ളത്. അപ്പോൾ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം പെൻഡിങ് ഉണ്ടായിരുന്നൊക്കെ തീർത്തു. പായസമൊക്കെ വെച്ചു. പായസം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചോദിച്ചാൽ അപ്പം തന്നെ എടുത്തിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കും. അല്ലെങ്കിൽ പിന്നെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോകും. വിഷു ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നീട് സദ്യ കഴിക്കുമ്പോൾ എനിക്കത് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുന്നേ എടുത്ത് കഴിക്കും. അങ്ങനെയുള്ളവരുണ്ടെന്നതിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിഷുവും ഓണവും ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാറുള്ളത്. പുറത്ത് എവിടെയും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്തായതുകൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കല്ല. അപ്പം നമ്മൾ വരുമ്പോൾ കുറച്ച് സമയമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ സമയം ഫുള്ള് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വിഷു ഓണമൊക്കെ ഇതാണ്. വളരെ സിമ്പിളാണ്. പിന്നെ നോൺ വെജ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് വിഷു ഓണം ഇല്ല. അത്രയേ ഉള്ളൂ.